ശ്രീകൃഷ്ണനെ ദ്വാരകാധിപൻ, യാദവാധിപൻ എന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും ശരിക്കും കൃഷ്ണൻ രാജാവായിരുന്നുവോ? അല്ല. കംസനെ കൊന്നതിന് ശേഷം വേണമെങ്കിൽ കൃഷ്ണനോ ബലരാമസ്വാമിക്കോ ആർക്കെങ്കിലുമൊക്കെ രാജാവ് ആകാമായിരുന്നു. പക്ഷേ അത് വേണ്ടെന്ന് വെച്ച് അവരുടെ മുത്തശ്ശൻ്റെ സ്ഥാനമുള്ള ഉഗ്രസേനനെ മഹാരാജാവായി വാഴിച്ചു. എന്താണതിൻ്റെ കാരണം? രസകരമായൊരു കഥയാണ്, പറഞ്ഞുതരാം. പണ്ട് ശുക്രാചാര്യരുടെ പുത്രിയായിരുന്ന ദേവയാനിയുടെ കഥ നമ്മൾ കേട്ടു. ഈ ദേവയാനിയും അസുര രാജാവായിരുന്ന വൃഷപർവാവിൻ്റെ പുത്രി ശർമ്മിഷ്ഠയും രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ്, ഒരേ പ്രായക്കാരാണ്, സുന്ദരിമാരാണ്, കന്യകമാരാണ്. മാത്രമല്ല പരസ്പരം സൗന്ദര്യത്തിൻ്റെ മുകളിൽ ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെ ഉണ്ട്. എങ്കിലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിച്ച് വളർന്നിരുന്ന പ്രായത്തിൽ ഒരുമിച്ച് കുളിക്കാൻ പോയി നദിയിലേക്ക്. കുളി കഴിഞ്ഞ് കയറിയപ്പോൾ വസ്ത്രങ്ങൾ എടുത്തുടുത്തതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതിൻ്റെ മുകളിൽ രണ്ടുപേരും തമ്മിൽ ഗംഭീര അടിയായി, പൊരിഞ്ഞ അടിയായി രണ്ടുപേരും തമ്മിൽ. ഒരാൾ അങ്ങോട്ട് എന്തൊക്കെയോ ചീത്ത വിളിച്ചു, അയാൾ ഇങ്ങോട്ട് എന്തൊക്കെയോ ചീത്ത വിളിച്ചു, എൻ്റെ വസ്ത്രം നീ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്ന ശർമ്മിഷ്ഠ, അതായത് ഈ അസുര രാജാവിൻ്റെ പുത്രി ശർമ്മിഷ്ഠ, ഈ ദേവയാനിയെ പിടിച്ചൊരു പൊട്ടക്കിണറിലേക്ക് തള്ളിയിട്ടു. ദേവയാനി അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. ശർമ്മിഷ്ഠ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. അതുവഴി നായാട്ടിന് വന്ന യയാതി എന്ന മഹാരാജാവ് ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് അവിടെ വന്ന് നോക്കിയപ്പോൾ വേണ്ടത്ര വസ്ത്രമൊന്നുമില്ലാത്ത കന്യകയായ സുന്ദരിയായ ഒരു പെൺകുട്ടി അവിടെ കിടക്കുന്നത് കണ്ടു. രാജാവിന് വലിയ മോഹമൊക്കെ തോന്നിയെങ്കിൽ പോലും ധാർമ്മികനായ അദ്ദേഹം വേഗം ഈ കുട്ടിയെ തൻ്റെ വസ്ത്രം താഴേക്ക് എറിഞ്ഞു കൊടുത്ത് അതിൽ പിടിച്ച് കയറാൻ പറഞ്ഞു. മാത്രമല്ല കൈയും പിടിച്ച് കരയ്ക്ക് കയറ്റി. രാജാവിൻ്റെ കൈ പിടിച്ച് കരയ്ക്ക് കയറിയ ദേവയാനി വളരെ സന്തോഷത്തോടു കൂടി യയാതിയോട് പറഞ്ഞു, നമ്മുടെ വിവാഹം കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ കുട്ടിയെ എപ്പോഴാണ് വിവാഹം ചെയ്തത്? അയ്യോ, അങ്ങ് എൻ്റെ കൈ പിടിച്ചു, പാണിഗ്രഹണം ചെയ്തു, എനിക്ക് പുടവയും തന്നു, അങ്ങയുടെ വസ്ത്രം തന്നിട്ടല്ലേ ഞാൻ കരയ്ക്ക് കയറിയത്, അപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അയ്യോ, കുട്ടി ബ്രാഹ്മണ കന്യകയല്ലേ, ഞാൻ ക്ഷത്രിയനാണ്, അത് സാരമില്ല, എനിക്ക് പണ്ട് കജനൊരു ശാപം തന്നിട്ടുണ്ട്, എന്നെ ഒരു ബ്രാഹ്മണനെ വിവാഹം കഴിക്കില്ല എന്ന്, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്, നമ്മുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, രാജാവിന് സന്തോഷമായി, നല്ല സുന്ദരിയായ ഒരു കന്യകയെ കിട്ടിയല്ലോ. രാജാവ് ഈ ദേവയാനിയെയും കൊണ്ട് നേരെ ശുക്രാചാര്യരുടെ അടുത്തേക്ക് ചെന്നു. ശുക്രാചാര്യരുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അനുഗ്രഹമൊക്കെ വാങ്ങി. ശുക്രാചാര്യർ ഈ വിവരങ്ങളൊക്കെ കേട്ട് നേരെ വൃഷപർവാവിൻ്റെ, അസുര രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ പുത്രിയാണ് എൻ്റെ മകളെ പിടിച്ച് പൊട്ടക്കിണറിലേക്ക് തള്ളിയിട്ടത്, എന്തായാലും ഇവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, ഇവർ തിരിച്ചു പോവുകയാണ്, കൊട്ടാരത്തിലേക്ക് പോവുകയാണ്, ഇവർക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ അങ്ങ് കൊടുക്കണം എന്ന് പറഞ്ഞു. വിവരം കേട്ടപ്പോൾ വൃഷപർവാവ് വളരെ വിഷമത്തോടു കൂടി, അയ്യോ എൻ്റെ മകൾ അങ്ങനെ ഒരു അബദ്ധം ചെയ്തു, എന്ത് വേണമെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ദേവയാനിയുടെ ബുദ്ധി പ്രവർത്തിച്ച് നോക്കൂ. ദേവയാനി പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, കുറേ ദാസിമാരെ എനിക്ക് വേണം, അതിലേറ്റവും പ്രധാനിയായിട്ടുള്ള ദാസി ശർമ്മിഷ്ഠയായിരിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൃഷപർവാവ് ആകെ തകർന്നുപോയി. കാരണം വളരെ സ്നേഹത്തോടെ വളർത്തിയ തൻ്റെ പുത്രിയെ ദാസിയായിട്ട് പറഞ്ഞയക്കേണ്ട, എന്തായാലും നിവൃത്തിയില്ല. കാരണം ഈ ഗുരുനാഥനെങ്ങാനും ശപിച്ചാൽ തങ്ങളുടെ കുലം മുടിഞ്ഞു പോകുമല്ലോ. അങ്ങനെ ശുക്രാചാര്യരുടെ ശാപമേൽക്കാതിരിക്കാൻ വേണ്ടി മാത്രം തൻ്റെ പുത്രിയായ ശർമ്മിഷ്ഠയെ യയാതിക്കും ദേവയാനിക്കും ദാസിയായി വിട്ടുകൊടുക്കേണ്ടി വന്നു വൃഷപർവാവിന്. അവർ കൊട്ടാരത്തിലേക്ക് പോയി. ഒരുപാട് കാലം കഴിഞ്ഞു. ദേവയാനി ശർമ്മിഷ്ഠ എങ്ങനെ ജീവിക്കുന്നു എന്ന് അന്വേഷിക്കുന്നത് പോലുമില്ല, ശർമ്മിഷ്ഠയെ കാണാറ് പോലുമില്ല. കുറേ കാലം കഴിഞ്ഞു. യയാതിക്ക് ദേവയാനിയിൽ 2 പുത്രന്മാരുണ്ടായി, യദു, തുർവസു, ഇങ്ങനെ 2 പുത്രന്മാരുണ്ടായി. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ദേവയാനി ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ ശർമ്മിഷ്ഠയ്ക്ക് 3 പുത്രന്മാരുണ്ട്, 3 ആൺകുട്ടികൾ. ഇതെപ്പോൾ സംഭവിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. അന്വേഷിച്ചപ്പോൾ ദ്രുഹ്യു, അനു, പൂരു എന്നീ 3 പേരുള്ള ആൺകുട്ടികൾ ഈ ശർമ്മിഷ്ഠയുടെയാണെന്നറിഞ്ഞു. വളരെ ദേഷ്യത്തോടു കൂടി ശുക്രാചാര്യരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ദേവയാനി. അച്ഛാ, നമ്മുടെ ശർമ്മിഷ്ഠ വഴി പിഴച്ചു പോയിരിക്കുന്നു, അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു, കല്യാണം കഴിയാത്തത് 3 ആൺകുട്ടികളുണ്ട് ശർമ്മിഷ്ഠയ്ക്ക് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ശർമ്മിഷ്ഠയെ ഇപ്പോൾ ശപിക്കണം എന്ന് അച്ഛനോട് പറഞ്ഞു. ശുക്രാചാര്യർ അത് കേട്ടപ്പോൾ ഉടൻ തന്നെ ശപിച്ചു, ശർമ്മിഷ്ഠയല്ല എന്ന് മാത്രം. ഇതിന് കാരണക്കാരനായവൻ ആരോ അവൻ്റെ യൗവനം മുഴുവൻ നശിച്ച് വൃദ്ധനായി തീരട്ടെ എന്ന് ശപിച്ചു. എന്തായാലും ദേവയാനിക്ക് സമാധാനമായി. ശർമ്മിഷ്ഠ അല്ലെങ്കിൽ പോലും ഇതിന് കാരണക്കാരനായവനെ ശപിച്ചുവല്ലോ, ശർമ്മിഷ്ഠയ്ക്ക് ബുദ്ധിമുട്ടായി തീർന്നുവല്ലോ. ശർമ്മിഷ്ഠ സങ്കടപ്പെടണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ദേവയാനി തിരിച്ചുവിടെ കൊട്ടാരത്തിൽ വന്ന് നോക്കിയപ്പോൾ തൻ്റെ ഭർത്താവുണ്ട്, വൃദ്ധനായി, ഒന്നിനും കൊള്ളാണ്ട്, കാണാൻ ഒരു ഭംഗിയില്ലാതിരിക്കുന്നു. ഇത് കണ്ടപ്പോഴാണ് ദേവയാനിക്ക് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലാവുന്നത്. വേഗം അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ച് ഓടി ചെന്നിട്ട്, അച്ഛാ, അച്ഛൻ്റെ ശാപം കുറച്ച് കടുത്തുപോയി, എൻ്റെ ഭർത്താവ് ഇതാ ഒന്നിനും കൊള്ളാത്തവനായിട്ടിരിക്കുന്നു, വേഗം ശാപം തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശുക്രാചാര്യർ, പിന്നെ നീ പറയുമ്പോൾ ശപിക്കാനും നീ പറയുമ്പോൾ തിരിച്ചെടുക്കാനും കുറേ കാലമായിട്ട്, നിൻ്റെ കുട്ടിക്കാലം മുതൽ നിൻ്റെ ആഗ്രഹങ്ങളുടെ പുറകെ നടക്കുക, ഞാൻ നിർത്തി ഈ പരിപാടി. വേണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ, നിൻ്റെ ഭർത്താവിനോട് പോയി പറ, എന്നിട്ട് നിനക്ക് 5 മക്കളുണ്ടല്ലോ, നിങ്ങൾക്ക് 2 പേർക്കും ചേർന്ന് 2ഉം 3ഉമായിട്ട് 5 ആൺമക്കളുണ്ടല്ലോ, അവരോട് അവരുടെ യൗവനം യാചിച്ച് വാങ്ങിക്കോ വേണമെങ്കിൽ, അല്ലാതെ ഞാൻ തരുമൊന്നുമില്ല എന്ന് പറഞ്ഞു. വേറെ വഴിയില്ല. ദേവയാനി അവിടുന്ന് വിഷമിച്ച് ഇവിടെ വന്ന് ശർമ്മിഷ്ഠയോടും കാര്യം പറഞ്ഞു. അപ്പം നല്ല യോജിപ്പാണ് 2 പേരും.
ഇവിടെ വന്നിട്ട് രണ്ടുപേരും ചേർന്ന് തങ്ങളുടെ ഭർത്താവിനോട് കാര്യം പറഞ്ഞു. ഭർത്താവാണെങ്കിൽ യാതൊരു നാണവും ഇല്ലാതെ ഈ 5 ആൺമക്കളെയും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, അച്ഛൻ വളരെ വൃദ്ധനായി പോയില്ലേ, അതുകൊണ്ട് നിങ്ങളുടെ 5 പേരിൽ എല്ലാവരും നിങ്ങളുടെ കുറച്ച് ആയുസ് വീതം തന്ന അച്ഛന് സുഖമായിട്ട് ജീവിക്കാം. ആലോചിച്ച് നോക്കൂ, ഈ 5 മക്കളോടും അവരുടെ അമ്മമാരുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മക്കളുടെ ആയുസ് ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ 4 പേരും, പ്രത്യേകിച്ച് ആദ്യം യദുവിനോടാണ് ചോദിച്ചത്. മൂത്ത പുത്രൻ യദു ആണല്ലോ എന്ന് വിചാരിച്ച് യദുവിനോടാണ് ചോദിച്ചത്. അപ്പോൾ യദു ഒരു മടിയും കൂടാതെ പറഞ്ഞു, ഞാൻ തരില്ല, എൻ്റെ ആയുസ് എനിക്ക് സുഖിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊരാൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ യയാതിക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നു. യയാതി ആ യദുവിനെ ശപിച്ചു, നിൻ്റെ പരമ്പരയിൽ വരുന്ന ഒരാൾക്കും രാജാവാക്കാനുള്ള യോഗ്യതയില്ലാതെ പോട്ടെ എന്ന് ശപിച്ചു. അത് കഴിഞ്ഞു മറ്റുള്ളവരോട് ചോദിച്ചു. അവരൊക്കെ ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞത്. ശാപം കൊടുക്കുന്നത് കണ്ടിട്ടും ബാക്കിയുള്ള 3 പേരുടെയും മനസ്സ് മാറിയില്ല. അവർ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് 5ാമത്തെ ആളായിട്ടുള്ള പൂരുവിനോട് ചോദിച്ചപ്പോൾ പൂരു പറഞ്ഞു, ഒരു മടിയില്ല അച്ഛാ, സന്തോഷമേ ഉള്ളൂ, അച്ഛന് വേണ്ടിയിട്ട് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞുവല്ലോ, എൻ്റെ ആയുസ് മുഴുവൻ വേണമെങ്കിൽ അതും എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. യയാതി മഹാരാജാവ് പൂരുവിനെ നന്നായി അനുഗ്രഹിച്ചു. നിൻ്റെ പരമ്പരയിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ചു. അങ്ങനെ പൂരുവിൻ്റെ ആയുസ് വാങ്ങി കുറേ കാലം യയാതി സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോൾ യയാതിക്ക് മനസ്സിലായി, ഈ സുഖം സന്തോഷം ഇതിനൊക്കെ വേണ്ടിയാണല്ലോ ജീവിക്കണത്, ഇതങ്ങനെ എത്ര അനുഭവിച്ചാലും ആഗ്രഹം തീരില്ല എന്ന് മനസ്സിലായി. തിരിച്ച ആയുസ് പൂരുവിന് തന്നെ കൊടുത്ത് ഭാര്യമാരെയും കൂട്ടി കാട്ടിലേക്ക് പോയി തപസ് ചെയ്ത് മുക്തരായി എന്നാണ് കഥ. പക്ഷേ ഈ ശാപം, യദുവിന് കൊടുത്ത ശാപമുണ്ടല്ലോ, ഈ ശാപത്തിനെ ആ പരമ്പരയിൽ വരുന്ന എല്ലാവരും മാനിച്ചിരുന്നു. തങ്ങളുടെ പൂർവികനായിട്ടുള്ള യയാതി എന്ന മഹാരാജാവ് ഇങ്ങനെ ഒരു ശാപം ഈ പരമ്പരയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് ആ പരമ്പരയിൽ വരുന്ന എല്ലാവരും അതിനെ മാനിച്ചിരുന്നു. അവസരമുണ്ടായെങ്കിൽ പോലും രാജാവായിരുന്നില്ല, തൊട്ടടുത്ത ബന്ധുവായിട്ടുള്ള ആരെങ്കിലും രാജാവാക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ശാപത്തിനെ അവർ മാനിച്ചത് കൊണ്ടാണ് ഉഗ്രസേന മഹാരാജാവിനെ ഇവിടെ രാജാവായി അഭിഷേകം ചെയ്ത് കൃഷ്ണനും ബലരാമസ്വാമിയും മാറി നിന്നത് എന്നാണ് കഥ. ഇതുപോലെ കുറേ രസകരമായ കഥകളുണ്ട്. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരണമെങ്കിൽ പറഞ്ഞാൽ മതി, ഏത് കഥ വേണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നല്ല നല്ല കഥകൾ വീണ്ടും പറയാൻ ശ്രമിക്കാം. നമസ്കാരം.